വെൽക്കം. തായ്മനാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ്, HSN ആണ് നമ്മൾ അബ്രിവേറ്റ് ചെയ്യുക. വിവിധ തരത്തിലുള്ള ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് ഉണ്ട്. അവയുടെ മെക്കാനിസവും നമുക്ക് പറയണം. എല്ലാം ഞാൻ ഒരുമിച്ച് ഒറ്റ വീഡിയോയിൽ പറയുന്നതിന് കാരണം ഇതൊന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞാൽ മാത്രമേ ഇതങ്ങോട്ട് കൃത്യമായിട്ട് അങ്ങോട്ട് ഒരു ധാരണയാകും, ഇല്ലെങ്കിൽ കൺഫ്യൂഷൻ തോന്നും. ഈ വീഡിയോയിൽ തന്നെ ഞാൻ പറയുന്നത് ഇത് രണ്ട് ഭാഗങ്ങളായിട്ടാണ്. ഫസ്റ്റ് പാർട്ട് നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും ആദ്യം പറയുക. രണ്ടാമത്തെ ഭാഗത്തിലാണ് നമ്മൾ മെക്കാനിസം ഓഫ് ഈച്ച് ടൈപ്പ് പറയുക. കുറച്ച് ഇമ്മ്യൂണിറ്റിയെ കുറിച്ചൊക്കെ ഒന്ന് അറിയണം, അതൊന്ന് മനസ്സിലാക്കാൻ. സോ അത് കോംപ്ലക്സ് ആണെങ്കിലും ഞാൻ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ മാത്രം പറഞ്ഞ് നമുക്കൊന്ന് ലളിതമാക്കാം. അത്യാവശ്യം നിമോണിക്സും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ലളിതമായിരിക്കും. നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധത്തിനാണ് ഇമ്മ്യൂൺ സിസ്റ്റം നമുക്ക് വേണ്ടത്. ജീവന് അല്ലെങ്കിൽ നമ്മുടെ ജീവന് അപകടകരമാവുന്നതിനെ തടയുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു ബേസിക് ഫംഗ്ഷൻ. പക്ഷെ ചിലപ്പോഴെങ്കിലും ശരീരം എടുക്കുന്ന ഇത്തരം നടപടികൾ നമ്മുടെ ജീവന് തന്നെ ഭീഷണിയായേക്കാം, അപൂർവമായിട്ടായാലും. മാത്രമല്ല പലപ്പോഴും നമുക്ക് ഇത് പല വിഷമതകൾ ഉണ്ടാക്കാം. ചിലത് ഈ വിഷമകരമായിട്ടുള്ള രോഗങ്ങളായിട്ട് പരിണമിക്കാം. സോ നമുക്കിത് പലപ്പോഴും അൺഡിസൈറബിൾ ആണ് അല്ലെങ്കിൽ അൺകംഫർട്ടബിൾ ആണ്. Okay, so hypersensitivity is any immune reaction that is exaggerated. അമിതമായിട്ട് ഇങ്ങനെ എന്താ പറയുക, എക്സാഗ്രേഷന് മലയാളം എനിക്ക് കിട്ടുന്നില്ല. എക്സാഗ്രേറ്റഡ് ആണ്. സെൻസിറ്റിവിറ്റിയിൽ നിന്ന് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആയിട്ട് മാറുന്നതാണ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ്. അബ്നോർമൽ ആൻഡ് എക്സാഗ്രേറ്റഡ്. സോ ഇതിലെ ഈ അബ്നോർമൽ എന്ന വാക്ക് എത്രമാത്രം ശരിയാണ് എന്നതിൽ എനിക്ക് സംശയമുണ്ട്. സോ നമുക്ക് ഉപയോഗിക്കാവുന്ന വാക്ക് അൺഡിസൈറബിൾ നമുക്ക് താല്പര്യമില്ലാത്ത. എക്സാഗ്രേറ്റഡ് റെസ്പോൺസ്, ഇമ്മ്യൂൺ റെസ്പോൺസിനെയാണ് നമ്മൾ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. സോ അൺഡിസൈറബിൾ എക്സാഗ്രേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഈസ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി. ഇത് ഒറ്റൊരു ടൈപ്പ് അല്ല, പലതരം ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എങ്കിലും നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത് കൂംബ് ആൻഡ് ജെൽ, ഇവരുടെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. സോ കൂംബ് ആൻഡ് ജെൽ അനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 ആൻഡ് ടൈപ്പ് 4 ഇങ്ങനെ 4 ആക്കി ക്ലാസിഫൈ ചെയ്യാം. പക്ഷെ നമ്മൾ എളുപ്പത്തിന് ഞാൻ അതിനു മുമ്പ് വേറെ രീതിയിലൊന്ന് ക്ലാസിഫൈ ചെയ്യണം. ഒന്ന് ആന്റിബോഡി മീഡിയേറ്റഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ്, HSN. ഇതാണ് നമ്മുടെ ഒരു ക്ലാസിഫിക്കേഷൻ. എന്നിട്ട് ഞാൻ അതിൽ 1നെയും 2നെയും 3നെയും ടൈപ്പ് 1, 2 and 3 ഇത് 3ഉം അങ്ങോട്ടേക്ക് ചേർക്കുന്നു. ദെൻ രണ്ടാമത്തത് സെൽ മീഡിയേറ്റഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി. സോ അതിൽ നമ്മൾ 4 മാത്രം കൊടുക്കും. ഇപ്പൊ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 3ഉം ആന്റിബോഡി മീഡിയേറ്റഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ ആന്റിബോഡി എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ഓൺലി സെല്ലാണ്. സോ ഇത് 3ഉം ആന്റിബോഡി മീഡിയേറ്റഡ് ആണ് എന്ന് നമുക്കൊന്ന് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ചെയ്തത്. ഇനി നമുക്കിതിനെ വ്യക്തതയോടുകൂടി മനസ്സിലാക്കാം. ടൈപ്പ് 1 അതിന് നമ്മൾ ഈസി ആയിട്ട് നമുക്ക് എഴുതാവുന്നത് ഒരു നിമോണിക്കിലേക്കാണ് ഞാൻ പോകുന്നത്. ടൈപ്പ് എ. ടൈപ്പ് 1നെ നമ്മൾ എ ആക്കി, ഇത് സി ആക്കി, ഇത് ഐ ആക്കി, ഇത് ടി. സോ ആസിഡ് എന്താണ്? എ ഫോർ വാട്ട്? എ ഫോർ അനാഫിലാക്സിസ് ഉണ്ട്, എ ഫോർ അറ്റോഫി ഉണ്ട്, എ ഫോർ അലർജി. സോ ഇങ്ങനെ വരുന്ന അനാഫിലാക്സ് ആയാലും അറ്റോപ്പിക് ആയാലും അലർജി എല്ലാം ടൈപ്പ് 1 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് സി ഞാൻ എഴുതിയത് സൈറ്റോടോക്സിക് എന്ന വാക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്, സൈറ്റോടോക്സിക് ഹൈപ്പർ സെൻസിറ്റിവിറ്റി. ആൻഡ് ഐ നമ്മൾ എഴുതുന്നത് ഇമ്മ്യൂൺ കോംപ്ലക്സ്, വെറുതെ ഇമ്മ്യൂൺ എഴുതിയ പോരാ, ഇമ്മ്യൂൺ കോംപ്ലക്സ് മീഡിയേറ്റഡ് ആണ്. ആൻഡ് ഡി ഫോർ ഡിലേഡ്. സോ ഇതാണ് പ്രധാനപ്പെട്ട ഒരു നിമോണിക്. ആസിഡ്, സോ അലർജി, സൈറ്റോടോക്സിറ്റി, ഇമ്മ്യൂൺ കോംപ്ലക്സ് ആൻഡ് ഡിലേഡ്. ഇത് മനസ്സിലാവുമ്പോഴത്തേക്കും കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവും. ഇനി നമുക്ക് ഓരോന്നിനും എടുക്കുന്ന സമയം എത്രയാണെന്ന് നോക്കാം. ടൈപ്പ് 1ന് നമുക്ക് മിനിറ്റ്സുകൾ മതി. ഇൻ മിനിറ്റ്സുകൾ കൊണ്ട് കാര്യങ്ങൾ നടക്കും. ആൻഡ് ദിസ് ഈസ് ദ ഫാസ്റ്റസ്റ്റ്, ഏറ്റവും വേഗത്തിൽ ഉണ്ടാവുന്ന അലർജി റിയാക്ഷൻ ഇതാണ്. ടൈപ്പ് 2 ഹവേഴ്സ് ടു ഡേയ്സ്, മണിക്കൂറുകൾ ടു ദിവസങ്ങൾ മതി. ടൈപ്പ് 3 ആണെങ്കിൽ 3 വീക്സ് ഒക്കെയാണ് പറയുന്നത് അതിന്റെ സമയം. ആൻഡ് ഇത് ഡേയ്സ് ടു വീക്സ്. ആൻഡ് ദിസ് ഈസ് ദ സ്ലോവസ്റ്റ്, ഏറ്റവും സ്ലോയിൽ നടക്കുന്നത് ഇതാണ്. ഇനി ടൈപ്പ് 1ൽ ഈ ആന്റിജൻ എന്ന് വെച്ചാൽ ഏത് വസ്തുവാണോ ആന്റിബോഡി ഉണ്ടാക്കിയിരുന്നത് അതിനെയാണ് നമ്മൾ ആന്റിജൻ എന്ന് പറയുന്നത്. സോ വി ഹാവ് ടു ടോക്ക് അബൌട്ട് ആന്റിജൻ. ഞാൻ AN എന്നാണ് എഴുതുക ഇവിടെ, സിംപ്ലിഫൈ. ഈ ആന്റിജൻ ഈസ് ഫ്രീ ആന്റിജൻ ആണ്, ഫ്രീ ആയിട്ട് കറങ്ങി നടക്കാവുന്ന ആന്റിജൻ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഫോറിൻ, പുറത്തു നിന്നുള്ളതാണ്, നമ്മുടെ ശരീരത്തിലുള്ളതല്ല. പുറത്തു നിന്ന് ആളുകളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഉദാഹരണം ഇപ്പോൾ ഭക്ഷണത്തിൽ നിന്നാകാം, ഫുഡിൽ നിന്നാകാം ഈ ആന്റിജൻ വരിക.
പറയുക, അല്ലെങ്കിൽ പ്രാണികൾ കടിക്കുന്നത് മൂലമായിരിക്കാം, കുത്തുന്നത് മൂലമാകാം. ഇപ്പോൾ ബീ സ്റ്റിങ്സ് അതുമൂലം ഉണ്ടാകുന്ന ആന്റിജൻ ആയിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ മൃഗങ്ങളുടെ രോമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വയറ്റിലൊക്കെ പോകുന്നതുകൊണ്ടായിരിക്കാം. ഓർ ഫംഗസ് ഓർ മോൾസ് ആയിരിക്കാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കാം. ഓർ ഏറ്റവും പ്രധാനമായിട്ട് അധികം ആൾക്കാർക്കുള്ളത് പോളൻസ് ആണ്, ചെടികളുടെ പോളൻസ്. അത് പ്രശ്നമാണ്. ദെൻ മൈറ്റ്സ്, ബെഡിൽ നിന്നൊക്കെയുള്ള മൈറ്റാണ് ഒരുപാട് പേർക്ക് ശ്വാസം മുട്ട് ആസ്മയൊക്കെ ഉണ്ടാക്കുന്നത്. ഫേമസ് ആണ്. ഓർ ഡ്രഗ്സ്, മരുന്നുകൾ അല്ലെ, മരുന്നുകൾ മൂലമുള്ള അലർജി, അതൊരു പ്രധാനപ്പെട്ട പുറത്തുനിന്നുള്ളതാണ്. ഓർ ഈവൻ സ്കിന്നിന് പുറത്ത് മാത്രം ഉണ്ടാവുന്നതാണെങ്കിൽ ലാറ്റക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സം ലോഷൻസ് ആയിരിക്കാം, ഓർ ഈവൻ സം സോപ്പ്. സോ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഈ ആന്റിജൻ ആയിട്ട് വർക്ക് ചെയ്യുക. മാത്രമല്ല ഇങ്ങനെയുള്ള ആൾക്കാരിൽ ഒരു ജനറ്റിക് പ്രീ ഡിസ്പോസിഷൻ ഉണ്ട്. കാരണം ഫാമിലീസിൽ കാണാം, റൺസ് ഇൻ ഫാമിലീസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു പ്രത്യേക സ്ഥാനത്തോട് ഒരു കുടുംബക്കാർക്ക് തലമുറകളായി പ്രശ്നമുണ്ടാകാം. എല്ലാ മരുന്നുകളോടും എല്ലാത്തിനോടും ഒരുമിച്ചല്ല, മിക്കവാറും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് ഏതെങ്കിലും 2 or 3 ഐറ്റംസിനോടായിരിക്കാം പരമാവധി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. പിന്നെ ടൈപ്പ് 2 ആന്റിജൻസ് എന്താണ്? ടൈപ്പ് 2 ആന്റിജൻ, ഇത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക്, കീവേഡ് ഈസ് ഫ്രീ ആൻഡ് ഫോറിൻ എന്നുള്ളതാണ്. ഫ്രീ ആണ്. ഫ്രീ എന്ന് വെച്ചാൽ നിങ്ങൾക്കാണെങ്കിൽ രക്തത്തിലൂടെ ഇങ്ങനെ ഒഴുകി വരാം. ഓക്കെ, സോ ടൈപ്പ് 2 ഈ ആന്റിജൻ ഈസ് നോട്ട് ഫ്രീ, ഇറ്റ് ഈസ് ഫിക്സ്ഡ് ആണ്. അപ്പൊ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഫിക്സഡ് ആണ്. അപ്പൊ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ഇൻട്രിൻസിക് എന്ന വാക്കാണ് ഉപയോഗിക്കുക. ഇറ്റ് ഈസ് ഇൻസൈഡ് അവർ ബോഡി തന്നെ ആയിരിക്കാം, നമ്മുടെ തന്നെ പല കോശങ്ങളിലെ ഏതെങ്കിലും ഭാഗമോ. ഇപ്പൊ ഇതൊരു സെല്ലാണെങ്കിൽ ഈ സെല്ലിന് പുറത്ത് ഇങ്ങനെ എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ആ ഒരു സാധനമായിരിക്കാം ആന്റിജൻ ആയിട്ട് വർക്ക് ചെയ്യുക. അല്ലെങ്കിൽ അതിൽ നിന്ന് അതിലേക്ക് വന്ന് ഒട്ടിച്ചേർന്നിരിക്കുന്ന ഏതെങ്കിലും, ഇപ്പൊ ഇതൊരു മരുന്നാണെന്ന് വിചാരിക്കുക, ഈ മരുന്ന് വന്ന് ഇവിടെ ഒട്ടിച്ചേർന്നിട്ട് നൗ ഇറ്റ് ആക്ട്സ് ആസ് ആൻ ആന്റിജൻ. ഇങ്ങനെ ആയിരിക്കാം മിക്കവാറും. അപ്പൊ പ്രശ്നം ഉണ്ടാവുന്നത് ഇത് എവിടെയാണോ ഒട്ടിച്ചേർന്നിരിക്കുന്നത്, സെല്ലാണെങ്കിൽ അവിടെ മാത്രമായിരിക്കും പ്രശ്നം ഉണ്ടാവുക. സോ ദിസ് ഈസ് ടിഷ്യൂ സ്പെസിഫിക്. ഇപ്പോൾ രക്തക്കുഴലാണെങ്കിൽ അവിടെയാണ്, കിഡ്നിയിലാണെങ്കിൽ അവിടെ മാത്രമേ ഉള്ളൂ പ്രശ്നം. സോ അതുകൊണ്ട് തന്നെ ടിഷ്യൂവിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ ടിഷ്യൂവിന് ദോഷം ഉണ്ടാകും അല്ലെ. ആന്റിജൻ ആന്റിബോഡി, ഇത് ആന്റിജൻ ആയിട്ടാണ് വർക്ക് ചെയ്തത്. ആന്റിബോഡി വന്നിവിടെ പിടിച്ചു കഴിയുമ്പോഴത്തേക്കും ടിഷ്യൂവിനാണ് ദോഷം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ സൈറ്റോടോക്സിക് എന്ന വാക്ക് നമ്മൾ ഉപയോഗിച്ചത്. സോ സൈറ്റോടോക്സിക് ആസിഡ്, അതായത് സൈറ്റോടോക്സിക് എന്ന വാക്ക് നമ്മൾ ഉപയോഗിച്ചത് അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ആന്റിജനെ കുറിച്ചാണ് പറഞ്ഞത്. ആന്റിബോഡിയെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് ടൈപ്പ് 3 വരാം. സോ ഇവിടെ ആന്റിബോഡി എന്ന് പറയുന്നത്, ഈ ആന്റിബോഡി ടൈപ്പ് 1 ഫിക്സ്ഡ് ആണ്. എവിടെയാണ് ഫിക്സ്ഡ് ഓൺ മാസ് സെൽ. ഇപ്പൊ ഇത് മാസ് സെൽ ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഈ ആന്റിബോഡി, ഇതിനകത്തിരിക്കുകയാണ് ആന്റിബോഡി. പക്ഷെ ആന്റിജൻ ഫ്രീ ആണ്, ആന്റിജൻ ഇങ്ങനെ ഒഴുകി നടക്കാം. ആന്റിജൻ പക്ഷെ ഇവിടെ ഒന്ന് വേണേൽ ബൈൻഡ് ചെയ്യാം അല്ലെ. സോ ഇതിനകത്ത് ദ ആന്റിബോഡി ഈസ് ഫിക്സ്ഡ് ഓൺ, എവിടെയാണ്? ഒന്ന് മാസ്റ്റ് സെൽ, പ്രധാനമായിട്ടും മാസ് സെല്ലുകളെ പറ്റിയാണ് നമ്മൾ പറയാ, ഓർ ബേസോഫിൽസിൽ ആയിരിക്കും ഉണ്ടാവുക. ദെൻ ആന്റിബോഡി ഇവിടെ ഏതാണ്? ഇപ്പൊ ആന്റിബോഡിയെ കുറിച്ച് പറയുമ്പോൾ ഏത് തരം ആന്റിബോഡി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമാണ് IgE. ഞാൻ ഈ വലുതായിട്ട് എഴുതിയിട്ടുണ്ട്, ബിക്കോസ് ദാറ്റ് ഈസ് IgE ആണ് ടൈപ്പ് 1. സോ ടൈപ്പ് 1 അപ്പൊ നമ്മൾ വേറൊരു പേര് പറഞ്ഞു വിളിക്കും, IgE മീഡിയേറ്റഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് എന്നും നമ്മൾ ഇതിനെ വിളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ടൈപ്പ് 2 ഇവിടെ ആന്റിജൻ ഫിക്സ്ഡ് ആണെങ്കിൽ പക്ഷെ ആന്റിബോഡി ഈസ് ഫ്രീ. ആന്റിബോഡി എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് നടക്കും, ബ്ലഡിലൂടെ ഇങ്ങനെ നടക്കുകയാണ് ആന്റിബോഡി. ഏതെല്ലാമാണ് ഈ ആന്റിബോഡി? ഇവിടെ IgE ആണെങ്കിൽ ഇവിടെ IgG ആകാം, IgM ആകാം. പ്രധാനമായിട്ടും IgG തന്നെയാണ്. ഓക്കെ, സോ ബ്ലഡിലുള്ള ആന്റിബോഡി IgG ഓർ M, ഏതെങ്കിലും ശരീരഭാഗത്ത് ഫിക്സ്ഡ് ആയിട്ടുള്ള ആന്റിജനിൽ ഇപ്പോൾ ബ്ലഡിലൂടെ ഇങ്ങനെ പോകുന്ന ഇത് ആണ് ആന്റിബോഡി എന്ന് വിചാരിക്കുക. ഇത് ഇവിടെ പോയിട്ട് അങ്ങ് പിടിക്കുകയാണെങ്കിൽ ഇവിടെ പ്രശ്നം ആരംഭിക്കും. സോ അതുകൊണ്ട് ഇത് ടോക്സിക് ടു ദ സെൽ. സോ ടൈപ്പ് 1 ആന്റിജൻ ഫ്രീ ആയിട്ട് വന്ന് ഒട്ടിച്ചേരുന്നത് മാസ് സെല്ലായിരുന്നു. ഇവിടെ ആന്റിജൻ ഫ്രീ ആണ്, ആന്റിജൻ ഇവിടെ വന്നിട്ട് മാസ് സെല്ലിൽ വന്ന് ഒട്ടിച്ചേരുകയാണ്. ഇനി ടൈപ്പ് 3 ടൈപ്പ് 3 ആന്റിജൻ ക്യാൻ ബി എക്സോജീനിയസ് എന്ന് വെച്ചാൽ ശരീരത്തിന് പുറത്തുള്ളതാകാം, ഓർ എൻഡോജീനിയസ് ശരീരത്തിന് അകത്തുള്ളതാകാം. പക്ഷെ ബോത്ത് ആർ ഫ്രീ, രണ്ടും ഫ്രീ ആണ്. എന്ന് വെച്ചാൽ ബ്ലഡിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കാവുന്നതാണ് ആന്റിജൻ. അപ്പോൾ ആന്റിബോഡി ഈസ് സെയിം, ഇത് തന്നെയാണ്.
IgG ഓർ IgM, G അല്ലെങ്കിൽ M ആകാം, രണ്ടും ആകാം. സോ ദാറ്റ് ഈസ് ഓൾസോ ഫ്രീ, അതും ഫ്രീ ആണ്, ബ്ലഡിലൂടെ നടക്കുകയാണ്. സോ ബോത്ത് ആർ ഫ്രീ. ആന്റിജൻ ഇസ് ഫ്രീ, ആന്റിബോഡി ഇസ് ഫ്രീ. അപ്പോൾ ബ്ലഡിൽ വെച്ച് ഇവ കണ്ടുമുട്ടുകയാണെങ്കിൽ ആന്റിജൻ ഇങ്ങനെ പോകുന്നു, ആന്റിബോഡി ഇങ്ങനെ വരും. സോ രണ്ടും കൂടി കണ്ടുമുട്ടുമ്പോൾ ഇറ്റ് ക്യാൻ ഗെറ്റ് ബ്ലഡിൽ വെച്ചിട്ട് കമ്പൈൻ ചെയ്യാം. എന്നിട്ട് കമ്പൈൻഡ് ആന്റിജൻ ആന്റിബോഡി, ആന്റിജൻ ആന്റിബോഡി രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് നടക്കാം. സോ ഇങ്ങനെ നടക്കുന്നതിനെ നമ്മൾ ഇമ്മ്യൂൺ കോംപ്ലക്സ് എന്നാണ് വിളിക്കുക. സോ ഇമ്മ്യൂൺ കോംപ്ലക്സ്, അതുകൊണ്ടാണ് നമ്മൾ ടൈപ്പ് 3 ആസിഡിലെ I ഈസ് ഇമ്മ്യൂൺ കോംപ്ലക്സ് എന്ന് വിളിക്കുന്നത്. സോ റിയാക്ഷൻ അപ്പോൾ എവിടെ വെച്ച് നടക്കാം? ഇത് മൂലമുള്ള പ്രശ്നം എവിടെ വെച്ചാണ്? ഇവിടെ വെച്ച് നടക്കാം, ബ്ലഡ് വെസലിൽ വെച്ച് നടക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗനിൽ പോയി അടിഞ്ഞുകൂടിയാൽ അവിടെ വെച്ച് നടക്കാം. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ബി ഇൻ ദ സർക്കുലേഷൻ, അല്ലെങ്കിൽ ഏതെങ്കിലും സെല്ലിന്റെ ബേസ്മെന്റ് മെംബ്രെയിനിൽ പോയി അടിഞ്ഞാൽ അവിടെ വെച്ച് നടക്കാം. സോ ഇമ്മ്യൂൺ കോംപ്ലക്സ് ഉണ്ടായ മൂലമുള്ള പ്രശ്നമാണിത്. സോ ടൈപ്പ് 3 നമ്മൾ അപ്പോൾ ഇമ്മ്യൂൺ കോംപ്ലക്സ് റിയാക്ഷൻസ് ഓർ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് എന്നാണ് നമ്മൾ പറയുക. ഇനി ടൈപ്പ് 4 ടൈപ്പ് 4 നമ്മൾ ആന്റിബോഡിയെ കുറിച്ച് ഒന്നും സംസാരിക്കുന്നില്ല, ആന്റിജനെ കുറിച്ചും സംസാരിക്കുന്നില്ല. സോ ദർ ഈസ് നോ ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ. ആന്റിജനും ആന്റിബോഡിയും തമ്മിലുള്ള റിയാക്ഷൻ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവയെ ക്ലാസിഫൈ ചെയ്തത്, സെപ്പറേറ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തത്. സോ ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ ഇല്ല. പിന്നെ ആരാണത് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് T സെൽസ് ആണ്, T സെൽ. സോ ഇവ എന്ത് ചെയ്യുന്നു വെച്ചാൽ ദേ വിൽ പ്രൊഡ്യൂസ് സൈറ്റോകൈൻസ് ഉണ്ടാക്കും. സൈറ്റോകൈൻസ് ഉണ്ടാക്കും. ഏതൊക്കെയാണ്? വൺ ഇന്റർഫെറോൺ ഗാമ പോലെയുള്ള സൈറ്റോഫെറോൺസ്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടായിരിക്കും ഈ ഏതാണ് ആന്റിജൻ എന്ന് പറയുന്ന അതിനെ നശിപ്പിക്കുക. സോ ഇതാണ് ബേസിക് വ്യത്യാസം. അപ്പോൾ ഇനി മെക്കാനിസംസ് പറയുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ പറയാം. ആദ്യം നമുക്ക് ടൈപ്പ് 1 ഉദാഹരണങ്ങൾ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് കാര്യങ്ങൾ മെക്കാനിസവും ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ ടൈപ്പ് 1 ഉണ്ടാക്കുന്ന ആരൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഒന്ന് പോളൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ മൈറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ബീ സ്റ്റിങ്സ് ആയിരിക്കും, തേനീച്ചയൊക്കെ കുത്തുന്ന, അല്ലെങ്കിൽ മരുന്നുകൾ, ഡ്രഗ്സ് ആയിരിക്കാം, ഫുഡ് ആയിരിക്കാം. സോ ഇതൊക്കെയാണ്, അല്ലെങ്കിൽ മറ്റ് പല എക്സോജീനസ് ആയിട്ടുള്ള പല സാധനങ്ങളൊക്കെ ആയിരിക്കാം ഉണ്ടാകും. സോ ഇവ ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹൈവ്സ്, അല്ലെ, ഹൈവ്സ്, ആർട്ടിക്കേറിയ, ദെൻ എക്സീമ, സ്കിൻ പ്രോബ്ലംസ് ഒക്കെയാണ് പെട്ടെന്ന് നമ്മൾ കാണുന്നത്. ദെൻ സീരിയസ് ആയിട്ട് നമ്മൾ കാണുന്നത് അനാഫിലാക്സിസ് ആണ്, അനാഫിലാക്സിസ്. സോ ദിസ് ഈസ് ദ മോസ്റ്റ് സ്ട്രോങ്ങസ്റ്റ്. നമ്മളെല്ലാം പറഞ്ഞത് ടൈപ്പ് 1A ആണ്, 3A ആണ് നമ്മൾ പറഞ്ഞത്. അറ്റോഫി, അലർജി, അനാഫിലാക്സിസ് ഓർത്തിരിക്കുക, കോഡാണ്. സോ അനാഫിലാക്സിസ് ആണ് ഇതിൽ ഏറ്റവും സീരിയസ് പ്രശ്നം. ഇപ്പോൾ റെസ്പിറേറ്ററി ആൻഡ് കാർഡിയോവാസ്കുലർ പ്രോബ്ലം, ഇതെല്ലാം സ്കിൻ പ്രോബ്ലം ആയിരുന്നു. റെസ്പിറേറ്ററി ഓർ കാർഡിയോവാസ്കുലർ പ്രോബ്ലം ആണ് അനാഫിലാക്സിസ് എന്ന് പറയുന്നത്. ആന്റിബോഡി മാസ് സെൽസിനെ ഡീഗ്രാനുലേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് ഹിസ്റ്റമിൻ ആണ് റിലീസ് ചെയ്യുക. ഈ ഹിസ്റ്റമിൻ റിലീസ് ചെയ്യുന്നത് മൂലമാണ്. സോ ഇതാണ് മാസ് സെൽ എങ്കിൽ ആന്റിജൻ, ആന്റിബോഡി ഇവിടെ ഇരിക്കുന്നു, ഇവിടെ നിന്ന് ആന്റിജൻ പിടിക്കുന്നു, ഇവിടെ വേറെ പ്രോസസ് ഒക്കെ ഉണ്ട്. എന്നാലും ഇതാണ് ഹിസ്റ്റമിൻ, ഇതാണ് മാസ് സെൽ. ഈ മാസ് സെല്ലിനകത്ത് പ്രീഫോംഡ് ആയിട്ടുള്ള ഹിസ്റ്റമിൻ പുറത്തേക്ക് വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക. ദെൻ അനദർ സെൽ ഈസ് ഇസിനോഫിൽ എന്ന് പറയുന്ന സെല്ലും ഈ സമയത്തൊക്കെ ആക്റ്റീവ് ആണ്. ദെൻ ഈ അറ്റോഫി ഓർ സ്കിൻ റിയാക്ഷൻ എന്ന് വെച്ചാൽ അറ്റോഫി ഈസ് ലൈക്ക് ലോക്കലൈസ്ഡ് അനാഫിലാക്സിസ് ആണ്. ലോക്കലൈസ്ഡ് അനാഫിലാക്സിസ് 20% ആളുകളിൽ കാണുന്ന, ലോകത്തിലെ 20% പേരിലും കാണുന്ന പ്രശ്നമാണ് ഈ അറ്റോഫി, ലോക്കലൈസ്ഡ് സ്കിൻ റിയാക്ഷൻസ് ഓർ അനാഫിലാക്സിസ് കണ്ടീഷൻസ്. ഓർ ഏറ്റവും പ്രധാനം ക്ലാസിക് എക്സാമ്പിൾ അലർജിക് റൈനൈറ്റിസ്, മൂക്കൊലിപ്പാണ്, തുമ്മൽ, ജലദോഷം ഇങ്ങനെയൊക്കെ വരുന്നത് അലർജി മൂലമുള്ള പ്രശ്നമാണ്. ദെൻ ആസ്മറ്റോപ്പിക് ആണ്, അലർജിക് ആസ്മ. ദെൻ ഫുഡ് അലർജി ഉണ്ടാവുന്നത് നട്ട്സ് ഉണ്ടാകാം, എഗ് ആയിരിക്കാം, അല്ലെങ്കിൽ സീ ഫുഡ് ഇമ്പോർട്ടന്റ് അലർജിക് കാര്യമാണ്. സോ സീ ഫുഡ് ഒക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും GI മ്യൂക്കോസ അവിടെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ വരും. ഓക്കെ, ദെൻ ക്യാൻ അഫക്ട് സ്കിൻ ഓൾസോ. ദെൻ അടുത്തത് എറ്റോപിക് ഡെർമറ്റൈറ്റിസ് ആണ്. എറ്റോപിക് ഡെർമറ്റൈറ്റിസിനെ നമ്മൾ അലർജിക് എക്സീമ എന്നും വിളിക്കാം, ഇത് സാധാരണ യങ് ചിൽഡ്രനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇനി ടൈപ്പ് 2ന്റെ എക്സാമ്പിൾസ്. ടൈപ്പ് 2ന്റെ എക്സാമ്പിൾസ് എന്ന് വെച്ചാൽ ഇവിടെ ആന്റിജൻ ഒരു സെല്ലിൽ ഫിക്സ്ഡ് ആണ്. ഇപ്പോൾ ഇതൊരു സെല്ലാണെങ്കിൽ ഇവിടെയാണ് ആന്റിബോഡി ഇരിക്കുന്നത്, ആന്റിജൻ ഇരിക്കുന്നത്. ആന്റിബോഡി ഇവിടെ വന്ന് ഫിക്സ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ സൈറ്റോടോക്സിക് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. സോ ഏതൊക്കെയാണ്? റുമാറ്റിക് ഫീവർ ആണ് ഒരു എക്സാമ്പിൾ. ദെൻ ഗുഡ് പാസ്റ്റേഴ്സ് ഡിസീസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. ഹീമോലിറ്റിക് അനീമിയ ഓഫ് ന്യൂ ബോൺ, പിള്ളേരിൽ ഉണ്ടാകുന്ന ഹീമോലിറ്റിക് ഡിസീസസ്, അനീമിയ വേണ്ട, ഡിസീസ് HD എന്നാണ് നമ്മൾ അതിനെ അബ്രിവേറ്റ് ചെയ്യുക. ദെൻ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്, അമ്മയുടെയും മകന്റെയും അല്ലെങ്കിൽ കുഞ്ഞിന്റെയും ബ്ലഡ് ഗ്രൂപ്പ് വ്യത്യാസം വരുന്നതുകൊണ്ട്
ഉണ്ടാവുന്നതാണ്. ദെൻ പിന്നെ നമുക്ക് ആഡ് ചെയ്യാവുന്നത് മയസ്തീനിയ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ദെൻ വേറെ ആഡ് ചെയ്യാവുന്നത് ഗ്രേവ്സ് ഡിസീസ് ആണ്. ഗ്രേവ്സ് ഡിസീസ് നമുക്ക് ആഡ് ചെയ്യാം. ടൈപ്പ് 3 എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടൈപ്പ് 3 എക്സാമ്പിൾ ഇവിടെ എന്താണ്, ആന്റിജൻ ഉണ്ട്, ആന്റിബോഡി ഉണ്ട്. ഇത് രണ്ടും കൂടി കോംപ്ലക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളാണ്. കറങ്ങി നടക്കുമ്പോൾ എവിടെയാണ് പ്രശ്നം അവിടെയൊക്കെ ഉണ്ടാക്കാം. ബ്ലഡിലാണെങ്കിൽ സിറം സിക്നസ് ആണ് ഫേമസ്. ദെൻ SLE സിസ്റ്റമിക് ലൂപ്പസ് എറിത്രിമാറ്റോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ട്. ആർത്രൈറ്റിസ് ഉണ്ടാക്കാം, ഗ്ലോമറുലാർ നെഫ്രൈറ്റിസ് ഉണ്ടാക്കാം. ദെൻ ലോക്കലൈസ്ഡ് ആണെങ്കിൽ അതിനെ നമ്മൾ ആർത്തസ് റിയാക്ഷൻ എന്നാണ് പറയാം. ഏതെങ്കിലും സ്ഥലത്ത് കറങ്ങി നടക്കുന്ന ഇത് ഏതെങ്കിലും സ്ഥലത്ത് വന്ന് ഫിക്സ് ചെയ്തിട്ട് അവിടെ മാത്രം പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ ലോക്കലൈസ്ഡ് ടൈപ്പ് 3 ആണെങ്കിൽ ആർത്തസ് റിയാക്ഷൻസ് ആണ് ഉണ്ടാക്കുക. ഇനി നമുക്ക് പറയുന്നത് ടൈപ്പ് 4ന്റെ എക്സാമ്പിൾ ആണ്. ടൈപ്പ് 4 നമ്മൾ പറഞ്ഞത് ഇത് ഡിലേഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഉദാഹരണം മിനിമം 72 മണിക്കൂറെങ്കിലും പിടിക്കും ഇത് ഒന്നുണ്ടായി വരാനായിട്ട്. 72 hours എങ്കിലും എടുക്കും. സോ സാധാരണ നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന ഏതാണ്, ട്യൂബർക്കുലിൻ ടെസ്റ്റ് TB ഉണ്ടോ എന്നറിയാനായിട്ട് കൊടുത്തിട്ട് നമ്മൾ 72 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നോക്കുന്നത്. സോ ദാറ്റ്സ് എ ടൈപ്പ് 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുക. ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ കോൺടാക്ട് ഡെർമറ്റൈറ്റിസ് D4 ഡിലേഡ്. ദെൻ ഡയബറ്റിസ് മെലിറ്റസ് D4 ഡിലേഡ്. ദെൻ കോൺടാക്ട് ഡെർമറ്റൈറ്റിസിന്റെ കൂടെ എഴുതാവുന്ന പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ നമുക്ക് എഴുതാവുന്ന റാഷസ്. ദെൻ SJS സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം എന്നൊക്കെ പറയുന്നത്. ദെൻ പിന്നെ നമുക്ക് എഴുതാവുന്ന പ്രധാനപ്പെട്ട ഒരു അസുഖം TB ആണ്. TB മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ഒരു എക്സാമ്പിൾ ആണ്. ദെൻ ചില ഹിസ്റ്റോപ്ലാസ്മ കാപ്സുലേറ്റം എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കാം. ദെൻ ക്രിപ്റ്റോകോക്കസ്, ഇതൊക്കെ ഫംഗയാണ്. ക്രിപ്റ്റോകോക്കസ് നിയോഫോമൻ കാൻഡിഡ ഉണ്ടാക്കാം. ദെൻ ന്യൂമോസിസ്റ്റൈറ്റിസ് ജെറോവിക്കി ഓർ പണ്ടത്തെ പേര് കരീനി, ന്യൂമോസിസ്റ്റൈറ്റിസ് കരീനി ഉണ്ടാക്കാം. ദെൻ വൈറസ് ഉണ്ടാക്കാവുന്നത് മീസിൽസ് ഉണ്ടാക്കാം, ഹെർപ്പസ് സിംപ്ലക്സ് ഉണ്ടാക്കാം, സ്മോൾ പോക്സോ. ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ദീസ് ഓൾ ആർ ഇൻട്രാസെല്ലുലാർ ഓർഗാനിസം ആണ്. വേറെ ഇപ്പോൾ പറയുകയാണെങ്കിൽ ബ്രൂസെല്ല ഇൻട്രാസെല്ലുലാർ ആണ്, ലിസ്റ്റീരിയ ഇൻട്രാസെല്ലുലാർ ആണ്. സോ ഇങ്ങനെയുള്ള ഇൻട്രാസെല്ലുലാർ പാത്തജൻസ് ആണ് അധികം ഉണ്ടാക്കുന്നത്. ഇൻട്രാസെല്ലുലാർ പാത്തജൻസ് എന്ന് വെച്ചാൽ സാധാരണ സെല്ലിനെ അഫക്ട് ചെയ്യുന്നു, പക്ഷേ ഇത് സെല്ലിനകത്ത് കയറി ജീവിക്കുന്നവരെയാണ് നമ്മൾ ഇൻട്രാസെല്ലുലാർ പാത്തജൻസ് ഉണ്ടാക്കുന്നത്. സോ ഇവയൊക്കെ ഉണ്ടാക്കുന്നത് മിക്കവാറും കേസിയേറ്റിംഗ് ടൈപ്പ് ഓഫ് നെക്രോസ് ആണ്. ആ സെല്ലുകൾ കേസിയേറ്റിംഗ് ടൈപ്പ് എന്നോ അല്ലെങ്കിൽ എന്താ പറയാ ഗ്രാനുലോമ ടൈപ്പ് എന്നൊക്കെ ആയിരിക്കും നമ്മൾ പറയാം. TB ഒക്കെ നമുക്ക് നോക്കാം. TB ഗ്രാനുലോമ ഒക്കെ എല്ലാം ഉണ്ടാക്കുക. സോ ഇനി നമുക്ക് മെക്കാനിസം പറയാം. മെക്കാനിസംസിൽ നമുക്ക് ആദ്യം ടൈപ്പ് 1 പറയാം. ടൈപ്പ് 1 മെക്കാനിസം ഓർത്തിരിക്കാനായിട്ട് 1 2 3 4 5 ഇത്ര അങ്ങോട്ട് എഴുതിയാൽ മതി. 1 4 ടൈപ്പ് 1 തന്നെയാണ്. ഒന്നും ഓർക്കാൻ പ്രത്യേകിച്ച് കാര്യം. ആൻഡ് 1 തന്നെയാണ് A അല്ലെ. A നമുക്ക് എന്തൊക്കെ ഓർക്കാം, അനാഫിലാക്സിസ് ഓർക്കാം, ഓക്കെ, അറ്റോപ്പിക് ഓർക്കാം, അലർജി ഓർക്കാം. സോ എല്ലാം A വെച്ചിട്ടാണ്. ആൻഡ് 2 ഓർക്കാൻ നമുക്ക് TH ഹെൽപ്പർ സെൽസ് 2 ഓർക്കാം. ആൻഡ് 3 സുഖമാണ്, ഇന്റർലൂക്കിൻസ് ആണ്. 3 ഇന്റർലൂക്കിൻ 4 ഇന്റർലൂക്കിൻ 5 ആൻഡ് 5 തന്നെയാണ് E അല്ലെ. ഇപ്പൊ ഇത് ABCD ഇങ്ങനെ ഓർക്കുകയാണെങ്കിൽ 5 ആണ് E വെച്ചിട്ട് നമുക്ക് ഓർക്കാൻ IgE ഓർക്കാം. ദെൻ ഇസ്നോഫിൽ കൂടി നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പെട്ടെന്ന് ഓർക്കാവുന്നത്. സോ ആദ്യം നമുക്ക് ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റിയെ കുറിച്ചാണ് പറയാം. ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് നടക്കുന്നത് സെൻസിറ്റൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്. സെൻസിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഒരു അലർജൻ വരും. സോ ഇതൊരു അലർജൻ ആണ്, നമ്മുടെ ശരീരത്തിലേക്ക് ആദ്യമായിട്ട് വരുന്നു. സോ ഒരു പോളൻ എന്തോ ആവട്ടെ, ഒരു അലർജൻ, സം പോളൻസോ സം അലർജൻസോ നമ്മുടെ ശരീരത്തിലേക്ക് എത്തും. സോ ഇത് കാണുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് ആന്റിജൻ പ്രസന്റിംഗ് സെൽസ് ഉണ്ട്, APCs എന്നാണ് പറയാം. സോ ഇത് ആന്റിജൻ പ്രസന്റിംഗ് സെൽസ് കണ്ടുപിടിക്കുന്നു, അവയുടെ പണി അതാണ്. ആൻഡ് ഇത് നേരെ CD4 സെല്ലിലേക്ക് കൈമാറും. CD4 സെൽ എന്ത് ചെയ്യുന്നു, CD4 സെല്ല് ഇത് പയ്യൻ CD4 ആയിരുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിനെ ശരിക്കും ടെക്നിക്കലി നെയ്വ് എന്ന് പറയണം. നെയ്വ് അത് മെച്ചുർ ആകുന്നു. മെച്ചുർ ആകുമ്പോഴത്തേക്കും അതിനെ മെച്ചുവർ CD4 സെൽസ് ആവുന്നു. ആൻഡ് ദിസ് വിൽ ബിക്കം TH2. ഇതാണ് TH2 എന്ന് പറയാം. സോ ആന്റിജൻ പ്രസന്റിംഗ് സെൽസ്, അപ്പൊ നമുക്ക് വേണമെങ്കിൽ TH2 സെൽസ് ആവുന്നു എന്ന് പറയാം സിമ്പിൾ ആയിട്ട്. ദെൻ ദിസ് THT വിൽ പ്രൊഡ്യൂസ് ഇന്റർലൂക്കിൻ 4 ഉണ്ടാക്കും. ഈ ഇന്റർലൂക്കിൻ 4 ബീറ്റ ഓർ പ്ലാസ്മ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ആൻഡ് ദിസ് വിൽ പ്രൊഡ്യൂസ് വാട്ട്, പ്ലാസ്മ സെൽസ് ആണ് ആന്റിബോഡീസ് ഉണ്ടാക്കുന്നത്. ഏത് ആന്റിബോഡിയാണ്, ആന്റി ഇമ്മ്യൂണോഗ്ലോബുലിൻ E ആണ് നമ്മൾ പറഞ്ഞത്. സോ ഇമ്മ്യൂണോഗ്ലോബുലിൻ E ഉണ്ടാകും. സോ ഇപ്പൊ എന്ത് സ്റ്റിമുലേറ്റ് ചെയ്തിട്ടാണ് ഉണ്ടായത്, ഈ അലർജൻ. സോ ഈ അലർജൻ വഴിയാണ് ഉണ്ടായതുകൊണ്ട് ഈ അലർജന് വേണ്ടി ഏത് അലർജന് വേണ്ടിയുള്ള ഇമ്മ്യൂണോഗ്ലോബുലാണ് എന്ന് നമുക്കിപ്പോ കൃത്യമായിട്ട് അറിയാം. ആൻഡ് ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻ E എന്ന് പറയുന്നത് മാസ് സെല്ല് പോയി പിടിച്ചിരിക്കുന്നു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ വരയ്ക്കുക. മാസ് സെല്ല്, ഇത് മാസ് സെല്ലാണ്, മാസ് സെല്ല് പിടിച്ചിരിക്കുന്നത്. സോ ഇപ്പൊ എന്താണ് സംഭവം, മാസ് സെല്ലിന് അറിയാം ഇങ്ങനെ ഒരു സാധനം നമുക്ക് ഇഷ്ടമല്ല, നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ആൻഡ് ദിസ് സ്റ്റെപ്പ് ഈസ് കോൾഡ് ആസ് സെൻസിറ്റൈസേഷൻ. ഇതിനെയാണ് നമ്മൾ
നമ്മൾ സെൻസിറ്റൈസേഷൻ എന്ന് പറയാം. ആൻഡ് TH2 വേറെയും പരിപാടികൾ ചെയ്യുന്നുണ്ട്. IL3 ഉണ്ട്, IL5 ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് ഇത് ബേസോഫിലിനെയാണ് സ്റ്റിമുലേറ്റ്. പക്ഷെ ഇത് ഫസ്റ്റ് സ്റ്റെപ്പിലില്ല, സെക്കൻഡ് സ്റ്റെപ്പിൽ മാത്രമേ. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഒരു ആന്റിബോഡി ഉണ്ടാക്കി വെച്ചിരിക്കും. ഇനി രണ്ടാമത് വീണ്ടും വരികയാണ്. സോ ഇത് ആദ്യം പോയി, ഇത് ഫസ്റ്റ് ആയിരുന്നു. നൗ ഹി കംസ് അഗെയിൻ ഫോർ ദ സെക്കൻഡ് ടൈം. രണ്ടാമത് വരുമ്പോഴത്തേക്കും ഓൾറെഡി വി ഹാവ് ദിസ് അല്ലെ. ഇതൊക്കെ വീണ്ടും നടക്കും. APC പോവും, ഇങ്ങോട്ട് പോയി TH2, ഇതൊക്കെ വീണ്ടും നടക്കും. പക്ഷെ അതിനൊപ്പം ഓൾറെഡി നമ്മളുടെ മാസെല്ലിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ നേരത്തെ ഇരിപ്പുണ്ട്. സോ ഇത് ഇവിടെ വന്ന് പിടിക്കുമ്പോഴത്തേക്കും ദിസ് ക്യാൻ, ഇത് വേറൊരു ഇമ്മ്യൂണോഗ്ലോബുലും കൂടി ആയിട്ട് ചേർന്നിട്ട് ദാറ്റ് വിൽ ഫോം ക്രോസ് ലിങ്കിങ് എന്നാണ് പറയുന്നത്. സോ ഇങ്ങനെ ഒരു ക്രോസ് ലിങ്ക് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ദിസ് ഹാസ് ടു ഡീഗ്രാനുലേറ്റ്. ഇത് നശിക്കുകയല്ല ശരിക്കും പറഞ്ഞാൽ, അതിൽ നിന്ന് അതിന്റെ സാധനങ്ങൾ പുറത്തെടുക്കണം. ഓക്കെ, സോ ഇവിടെ സംഭവിച്ചത് ആന്റിജൻ വന്ന് ഇവിടെ ഒട്ടിച്ചേരുന്നു. ഓൾറെഡി ഫോംഡ് ആയിട്ടുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻ G ഉണ്ടായിരുന്നു, രണ്ടെണ്ണത്തിൽ ചേർന്ന് പിടിച്ച് ക്രോസ് ലിങ്ക് ചെയ്തു. ദെൻ അഡീഷണലി വീണ്ടും ഈ സ്റ്റെപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഓൾറെഡി വി ഹാവ് ദിസ് മെക്കാനിസം. ഡീഗ്രാനുലേഷൻ ഓഫ് മാസെൽ എന്താണ് ഉള്ളത്? സോ വാട്ട് ഈസ് പ്രസന്റ് ഇൻസൈഡ് ദ മാസെൽ? സോ മാസെൽസിൽ നേരത്തെ ഉണ്ടായിരുന്നിരിക്കുന്ന സാധനങ്ങളെ നമ്മൾ പ്രീഫോംഡ് എലമെന്റ്സ് ഓർ റീഫോംഡ് കെമിക്കൽസ് എന്ന് പറയും. സ്ഥിരമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മാസെൽ 1 ഈസ് ഹിസ്റ്റമിൻ ആണ്. ഹിസ്റ്റമിൻ പോസിറ്റീവ് ആണ്. സോ ഹൈലി നെഗറ്റീവ് ആയിട്ടുള്ള ഹെപ്പാരിനുമായിട്ട് ചേർന്നാണ് ഇരിക്കുക. സോ ഹിസ്റ്റമിനും ഹെപ്പാരിനും എല്ലാം പുറത്തിറങ്ങുന്നു. സോ വാട്ട് ദിസ് ഹിസ്റ്റമിൻ വിൽ ഡു? ഹിസ്റ്റമിൻ നമ്മൾ പത്തോഫിസിയോളജിയിൽ പഠിക്കുന്നതാണ്. ഹിസ്റ്റമിൻ എന്താ ചെയ്യുക? ഹിസ്റ്റമിൻ ക്യാൻ ഡയലേറ്റ് ദ ബ്ലഡ് വെസൽസ്. ഇത് ഒന്ന് ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഹിസ്റ്റമിന്റെ ജോലി. ഹിസ്റ്റമിൻ ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്യുമ്പോൾ അവിടത്തേക്ക് കൂടുതൽ മറ്റ് WBC സെല്ലുകളെല്ലാം അവിടെ കൂടുതലായിട്ട്. ഒന്ന്. രണ്ട്, ഹിസ്റ്റമിൻ ഇപ്പൊ ഇത് ബ്ലഡ് സെൽസിന്റെ സെൽസ് ആണെങ്കിൽ കൺട്രാക്ട് ചെയ്യാൻ പറ്റും. ഈ സെല്ലുകളെ കൺട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഗ്യാപ്പ് വരുമ്പോഴത്തേക്കും സെല്ലിൽ നിന്ന് ബ്ലഡിൽ നിന്ന് പ്ലാസ്മ പുറത്തേക്ക് ഉള്ളിലേക്ക് എക്സുഡേറ്റ് ചെയ്യുന്നു. എക്സുഡേഷൻ ഓഫ് പ്ലാസ്മ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. ആൻഡ് ദിസ് പ്ലാസ്മ അപ്പൊ എവിടെയാണ് ആന്റിജൻ കണ്ടത് അങ്ങോട്ടേക്കാണ് വരുന്നത്. ഓക്കെ, സോ അവിടെ എന്തുണ്ടാവുന്നു? എഡീമ, നീര് വയ്ക്കും. സോ എഡീമ, നീര്. അപ്പൊ ഇത് ലങ്സിലാണെന്ന് വിചാരിക്കുക. ലങ്സിലാണെങ്കിൽ ലങ്സിൽ നീര് വീഴും, നമുക്ക് ശ്വാസം വിട്ട് വരും. സോ ഇൻ ലങ്സ് ദിസ് ക്യാൻ കോസ് ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ. ഇങ്ങനെ ഇരിക്കുന്നതിനെ ഇങ്ങനെ ചുരുക്കാം. സോ ശ്വാസം മുട്ട് വരും. ബ്ലഡ് വെസൽസ് ചുരുങ്ങും. ബ്ലഡ് വെസൽ ചുരുങ്ങി അവിടേക്ക് നീര് വരും. സോ ഇത് ഭീകരമായിട്ട് ശരീരം മൊത്തം വരുമ്പോഴാണ് നമുക്ക് അനാഫിലാക്സിസ് വരും. അനാഫിലാക്സിസ് എന്ന് പറയുന്ന സീരിയസ് കണ്ടീഷൻ ബിക്കോസ് ഓഫ് എക്സസ് ലോഡ് ഓഫ് ദീസ് തിങ്സ്. ഈ കെമിക്കൽസ് എല്ലാം ലോഡ് കണക്കിന് വരുമ്പോഴാണ് അനാഫിലാക്സിസ് ഓഫ് സിവിയർ റിയാക്ഷൻസ് വരിക. ഇനി അടുത്ത ഫേസിൽ ഹിസ്റ്റമിന്റെ പണി കഴിയുമ്പോഴത്തേക്കും ബേസോഫിൽസ്, ഇന്റർലൂക്കിൻസ് 3 ഉണ്ട്, ഇന്റർലൂക്കിൻസ് 5 ഉണ്ട്. ഇത് ബേസോഫിൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞു, അവർ രംഗത്തേക്ക് വരുന്നു. അവരുടെ പണി മെയിൻ ആയിട്ട് ഹിസ്റ്റമിനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. ഹിസ്റ്റമിനെ മാറ്റുക, ദെൻ ഹിസ്റ്റഡിനൊക്കെ ആക്കി മാറ്റുക, അങ്ങനെയൊക്കെയുള്ള ആക്ഷൻസ് ആണ്. ദെൻ പുറത്തിറങ്ങുന്ന ആൾക്കാർ ആരൊക്കെയാണ്? ല്യൂക്കോട്രൈൻസ്. ആസ്മയിൽ നമ്മൾ ല്യൂക്കോട്രൈൻ ആന്റഗോണിസ്റ്റ്, മോണ്ടിലുക്കാസ്റ്റ് ഒക്കെ അതുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്. ദെൻ പ്രോസ്റ്റാഗ്ലാൻഡിൻസ്, ത്രോംബോക്സൈൻസ്, ഇങ്ങനെയുള്ള അടുത്ത സെറ്റ് ഓഫ് ഇത് ലേറ്റ് ഫേസ് എന്നാണ് പറയാ, ഇവരും പുറത്തിറങ്ങും. സോ കെമിക്കൽസിന്റെ ഒരു ബഹളമാണ്. സോ ദെൻ അനദർ വേറെ ഒരെണ്ണം കൂടി പറയുകയാണെങ്കിൽ സ്ലോ റിയാക്ടിങ് അനാഫിലാറ്റോക്സിൻസ് എന്നൊക്കെ പറയുന്ന സ്ലോ റിയാക്ടിങ് സബ്സ്റ്റൻസ് ഓഫ് അനാഫിലാറ്റോക്സിൻസ്. സോ ധാരാളമുണ്ട്. നമ്മൾ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സിൽ നമ്മൾ പഠിക്കുന്ന പല സാധനങ്ങളും ഇവിടെ എത്തുന്നു. സോ ദിസ് ആൻ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ തന്നെയാണ്. ലങ്സിലാണെങ്കിൽ ആസ്മ, ദെൻ ലങ്സിൽ CVSലാണെങ്കിൽ അനാഫിലാക്സിസ്. സോ ഇതാണ് അലർജിക് റിയാക്ഷൻ. ഇതുകൊണ്ടാണ് ഹിസ്റ്റമിനൊക്കെ അവിടെ വെറുക്കുന്നതുകൊണ്ടാണ് തടിച്ച് വരുന്നത്. അതിന് ഫ്ലയർ എന്നൊക്കെയാണ് നമ്മൾ പറയാം അല്ലെ, വീൽ അവിടെ തടിച്ച് ഇങ്ങനെ വരിക. ഇതാണ് ഇൻ ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസിൽ സാധാരണ നടക്കുക. സോ വാട്ട് ആർ ദ ട്രീറ്റ്മെന്റ്? നമുക്ക് കൊടുക്കാവുന്നത് ആന്റി ഹിസ്റ്റമിൻ കൊടുക്കാം അല്ലെ. ആന്റി ഹിസ്റ്റമിൻ ബിക്കോസ് ഹിസ്റ്റമിൻ റിലീസ് ചെയ്യുന്നത് തടയാനായിട്ട് ആന്റി ഹിസ്റ്റമിൻ. കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് കൊടുക്കാം. കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് എല്ലാ പണിയും തടയും. ദെൻ വി ക്യാൻ ഗീവ് ഏറ്റവും പ്രധാനപ്പെട്ട എമർജൻസി അനാഫിലാക്സിസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പോകേണ്ടത് അഡ്രിനാലിനാണ്. അഡ്രിനാലിൻ, പെൻഡ്രിൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവൈലബിൾ ആണ്. അത് കുത്തിവെക്കുക. IVO IMO കേട്ടക്കാരിക്കും കുത്തിവെക്കുക. ദെൻ ക്രോമോലിൻ കൊടുക്കാം, മോണ്ടിലുക്കാസ്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ, തിയോഫിലിൻ. സോ ദീസ് ടൈപ്പ് ഓഫ് ഡ്രഗ്സ് ഓൾസോ ക്യാൻ ബി ഗിവൺ. രണ്ടാമത്തേതിൽ ഏതെങ്കിലും സെല്ലിന്റെ പുറത്താണ് ഈ ആന്റിജൻ ഇരിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ സ്വന്തം സെല്ലുകളുടെ ഈ സ്വന്തം പ്രോട്ടീനുകളെയും ചിലപ്പോ ഫോറിൻ ആയിട്ട് തെറ്റിദ്ധരിക്കാം. ഫോറിൻ ആന്റിജൻ ആണ് എന്ന് കരുതാം. ദിസ് ക്യാൻ ബി എ ഫോറിൻ ആന്റിജൻ ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ആന്റിബോഡി വന്ന് ഒട്ടിച്ചേരാം. ആന്റിബോഡി ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇമ്മ്യൂണോഗ്ലോബുലിൻ G ആകാം ഓർ M ആകാം. ഇത് രണ്ടുമാണ് വന്ന് ഒട്ടിച്ചേരുക. സോ ഇങ്ങനെ വരുമ്പോഴത്തേക്കും എന്തുണ്ടാകാം? ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഉണ്ടാകാം. ഡിസോർഡേഴ്സ് ഉദാഹരണം മയസ്തീനിയ ഗ്രേവ്സ് ഉണ്ട്, ഗ്രേവ്സ് ഡിസീസ്. സോ എനിവേ സാധാരണ നമ്മളിപ്പോ പറഞ്ഞ ടൈപ്പ് 2 സംഭവിക്കുക നമ്മുടെ സെല്ലിന്റെ പുറത്താണ്. ഇങ്ങനെ ആന്റിജൻ ഈസ് ഫിക്സ്ഡ് ആണെന്ന് പറഞ്ഞു. ആന്റിജൻ ഇവിടെ ഇരിക്കുകയാണ്. ദിസ് ആന്റിബോഡി ഈസ് ഫ്രീ ആണെന്ന് പറഞ്ഞു. ഈ ആന്റിബോഡി ഇവിടെ വന്ന് ഒട്ടിച്ചേരുന്നു. സോ ഇങ്ങനെ ഒട്ടിച്ചേരുന്ന
വരുമ്പോഴത്തേക്കും വാട്ട് വിൽ ഹാപ്പൻ ഈസ് ഇറ്റ് ക്യാൻ ആക്ടിവേറ്റ് കോംപ്ലിമെന്റ് സിസ്റ്റം. കോംപ്ലിമെന്റ് സിസ്റ്റത്തെ ആക്ടിവേറ്റ് ചെയ്യാം. കോംപ്ലിമെന്റ് സിസ്റ്റത്തെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 രീതിയിൽ അതിനെ നശിപ്പിക്കാം. ഈ സെല്ലിനെ നശിപ്പിക്കാൻ 4 രീതിയിൽ നശിക്കാം. ശരീരത്തിന്റെ മുന്നിലുള്ള വഴി എന്ന് വെച്ചാൽ ആന്റിജനും ആന്റിബോഡിയും കൂടി ഇവിടെ ബൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ സെല്ലിനെ അങ്ങ് നശിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. സോ അതുകൊണ്ട് ഇത് ടിഷ്യൂ സ്പെസിഫിക് ആണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെ സൈറ്റോടോക്സിക് ആണ് എന്ന് പറയാനും കാരണം അത് തന്നെയാണ്. സോ ടൈപ്പ് 2 ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഈസ് സൈറ്റോടോക്സിക് എന്നാണ് നമ്മൾ പേര് പറഞ്ഞ് വിളിച്ചത്. സപ്പോസ് ഈ സെല്ലിൽ ഇതൊരു RBC ആണെന്ന് കരുതും. ഈ RBCയിൽ ഒരു പെനിസിലിൻ വന്ന് ഒട്ടിച്ചേരുകയാണ് എന്നും കരുതും. എന്തുണ്ടാവും? കോംപ്ലിമെന്റ് സിസ്റ്റം ആക്ടിവേറ്റഡ് ആയി. ഓക്കെ, പെനിസിലിൻ വന്ന് ഒട്ടിച്ചേരുന്നു. അവിടെ അപ്പോഴത്തേക്കും ആന്റിബോഡി വന്ന് ഒട്ടിച്ചേരുന്നു. അത് ഇമ്മ്യൂണോഗ്ലോബുലിൻ G ആകാം, M ആകാം. സോ അതും വന്ന് ഒട്ടിച്ചേരുന്നു. സോ ദിസ് ക്യാൻ ആക്ടിവേറ്റ് കോംപ്ലിമെന്റ് സിസ്റ്റം. കോംപ്ലിമെന്റ് സിസ്റ്റത്തിൽ ഒരു കാര്യം നടക്കാവുന്നത് ഫസ്റ്റ് മെത്തേഡ് ഈസ് ന്യൂട്രോഫിലിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ്. ന്യൂട്രോഫിൽ ആക്ടിവേഷൻ. ഈ കോംപ്ലിമെന്റ് സിസ്റ്റം എന്താണ്? ജസ്റ്റ് ഞാൻ പറഞ്ഞേക്കാം. C3, C5, C8, C9 അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ, C3A ഇങ്ങനെയൊക്കെ വരുന്നതിനാണ് ആ കോംപ്ലിമെന്റ് സിസ്റ്റം. അതിപ്പോ മൊത്തം പറയാൻ ഇവിടെ നേരമില്ല. എങ്കിലും ഒന്ന് ന്യൂട്രോഫിൽസിനെ ആക്ടിവേറ്റ് ചെയ്യുക. ഓക്കെ, ന്യൂട്രോഫിൽസ് ഇവിടെ എത്തി കഴിഞ്ഞാൽ ഈ സെല്ലിനെ നശിക്കും. സോ ഇത് RBC ആണെന്ന് കരുതുക. RBC ആണെങ്കിൽ ഇതിനെ നശിപ്പിക്കുക. ഹീമോലൈസിസ് ഉണ്ടാകും. സോ ദിസ് ക്യാൻ കോസ് ഹീമോലൈസിസ് ഉണ്ടാകുമ്പോൾ അതിന് നമ്മൾ ഹീമോലിറ്റിക് അനീമിയ എന്നായിരിക്കും പറയാം. ഇതേപോലെ ത്രോംബോസൈറ്റോപീനിയ ഉണ്ടാകാം. സൈറ്റോപീനിയ, ദെൻ ന്യൂട്രോപീനിയ, ഇങ്ങനെയൊക്കെയുള്ള ബ്ലഡ് സെൽസ് ഒക്കെ നശിക്കാം. ഇനി സപ്പോസ് ഈ ആന്റിജൻ വന്ന് ഒട്ടിച്ചേർന്ന സ്ഥലം, ഓക്കെ, ഇതൊരു സെല്ലാണെന്ന് വിചാരിക്കുക. ഈ സെല്ലിന്റെ ബേസ്മെന്റ് മെംബ്രെയിനിൽ വന്നാണ് ആന്റിജൻ ഒട്ടിച്ചേർന്നിരിക്കുന്നത് വിചാരിക്കുക. സപ്പോസ് ദിസ് ഇസ് കിഡ്നിയിലെ ഗ്ലോമറുലസ് ആണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ലങ്സിലെ ആൽവിയോള എന്ന് വിചാരിക്കാം. സോ ഇവിടെയും ഈ പ്രശ്നങ്ങൾ നടക്കും. സെൽ വിൽ ബി ലൈസ്ഡ്. ആ സെല്ലുകൾ നശിക്കും. അപ്പൊ ന്യൂട്രോഫിൽ വഴി നശിക്കാം. രണ്ടാമത്തത് ഫുൾ കോംപ്ലിമെന്റ് സിസ്റ്റത്തിന്റെ ഫുൾ ആക്ടിവേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്നത് മാക് ആണ്. മാക് എന്ന് വെച്ചാൽ മെംബ്രെയിൻ അറ്റാക്ക് കോംപ്ലക്സ് ആണ് അല്ലെ. ഈ C3 എല്ലാം കൂടി ചേർന്നിട്ട് ഈ സെൽ മെംബ്രെയിനിൽ ഇവിടെ വന്ന് അങ്ങ് ഒട്ടിച്ചേരും. എന്നിട്ട് സെൽ മെംബ്രെയിനിൽ തുളയിടും. പോർസ് ഓർ പോറിൻസ് ഒക്കെ ഉണ്ടാക്കും. സോ സാധനങ്ങളൊക്കെ പുറത്തേക്ക് പോവുകയും അങ്ങനെ സെൽ നശിക്കുകയും ചെയ്യും. ദെൻ മൂന്നാമത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ ഓപ്സോണൈസേഷൻ ആണ്. ഓപ്സോണൈസേഷൻ എന്ന് വെച്ചാൽ ഇതിൽ തന്നെയുള്ള C3 ഒക്കെ പോലെയുള്ള ചില ഇതൊന്നും ഇവിടെ നിന്ന് ഒട്ടിപ്പിടിക്കും. എന്നിട്ട് ഈ സെല്ലിനെ പതിയെ കൊണ്ടുപോയി സ്പ്ലീനിലേക്ക് കൊണ്ടുപോയിട്ട് അതിനെ തട്ടും. അതിനാണ് ഓപ്സോണൈസേഷൻ എന്ന് പറയാം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കൂട്ടിക്കൊടുപ്പ് എന്നൊക്കെ പറയും. കൊല്ലാനായിട്ടാണ് കൂട്ടിക്കൊടുക്കുക എന്ന് പറയാം. നാലാമത്തെ മെത്തേഡ് എല്ലാം കില്ലിംഗ് മെത്തേഡാണ്. സെൽ ഡിസ്ട്രക്ഷൻ മെത്തേഡാണ് ഞാൻ പറയുന്നത്. നാലാമത്തതിനെ നമ്മൾ ADCC എന്നാണ് പറയാം. A ഫോർ ആന്റിബോഡി ഡിപെൻഡന്റ് സെൽ മീഡിയേറ്റഡ് സൈറ്റോടോക്സിറ്റി. അതിനെയാണ് നമ്മൾ എന്താ പറയാ, ADCC. ഇവിടെ ആന്റിജനും ആന്റിബോഡിയും തമ്മിൽ പിടിച്ചു കഴിയുമ്പോഴത്തേക്കും അതർ സെൽ, നാച്ചുറൽ കില്ലർ സെൽസ് എന്ന് പറയുന്ന സെൽസ് ആക്ടിവേറ്റഡ് ആകും. ആൻഡ് ഇത് തിരിച്ചറിയും. നാച്ചുറൽ കില്ലർ സെൽസ് ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ ഇതിനെ തിരിച്ചറിയുകയും ഇതിനെ വന്ന് കൊല്ലുകയും. സോ ഇതെല്ലാമാണ് സാധാരണ ഉള്ള ടൈപ്പ് 2 സൈറ്റോടോക്സിക് മെക്കാനിസംസ്. ഇനി ഞാൻ 2 എക്സാമ്പിൾ പറഞ്ഞത് ഓട്ടോഇമ്യൂൺ ഡിസോർഡർ ആണ്. ഒന്ന് ഞാൻ പറഞ്ഞത് മയസ്തീനിയാണ്. മയസ്തീനിയയിൽ ഇപ്പൊ ഇത് സ്കെൽറ്റൽ മസിൽ ആണെന്ന് വിചാരിക്കാം. സ്കെൽറ്റൽ മസിൽസിൽ നമുക്കറിയാം ഒരു റിസപ്റ്റർ ഉണ്ട്. നിക്കോട്ടിനിക് അസറ്റൈൽകോളിൻ റിസപ്റ്റർ ആണ്. ഈ റിസപ്റ്ററിനെ കാണുമ്പോഴത്തേക്കും അത് ഫോറിനാണെന്ന് തെറ്റിദ്ധരിക്കുന്നതാണ് പ്രശ്നം. സോ ഇവിടെ വന്ന് ആന്റിബോഡി ഇവിടെ വന്ന് പിടിച്ചിരിക്കുകയാണ്. ആന്റിബോഡി ഇവിടെ വന്ന് പിടിച്ചു കഴിഞ്ഞാൽ അസറ്റൈൽകോളിന് ഇവിടെ ഒന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. സോ മസിൽസ് കനോട്ട് കൺട്രാക്ടിലിറ്റി ഓഫ് ദ മസിൽസ് പോകും. അതാണ് മയസ്തീനിയ ഗ്രേവ്സിൽ സംഭവിക്കുക. രണ്ടാമത്തത് ഞാൻ പറഞ്ഞത് ഗ്രേവ്സ് ഡിസീസ് ആണ്. ഗ്രേവ്സ് ഡിസീസിൽ ഇപ്പൊ തൈറോക്സിൻ ഉണ്ടാക്കുന്ന സെല്ലാണെന്ന് വിചാരിക്കുക. തൈറോക്സിൻ ഒരുപാട് ഉണ്ടാക്കുന്ന സെല്ലിൽ ഇവിടെ ഇതേപോലെ വന്നിട്ട് ആന്റിബോഡി വന്ന് ഒട്ടിച്ചേർന്ന് കഴിയുമ്പോഴത്തേക്കും വാട്ട് വിൽ ഹാപ്പൻ ഈസ് ഇവിടെ ആക്ച്വലി സ്റ്റിമുലേഷൻ ആണ് നടക്കുക. സ്റ്റിമുലേഷൻ ഓഫ് ഫംഗ്ഷൻ ഓഫ് ദിസ് സെൽ. അപ്പൊ ഇത് ഒരുപാട് T3 T4 ഒരുപാട് ഉണ്ടാക്കുമ്പോൾ ഉള്ള അസുഖമാണ് ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയും. സോ ടൈപ്പ് 2 ബേസിക്കലി ഇറ്റ് ഈസ് സൈറ്റോടോക്സിക് മെക്കാനിസം ആണ്. ടിഷ്യൂ സ്പെസിഫിക് ആണ്. സോ ഇറ്റ് ഈസ് ആക്ടിവേഷൻ ഓഫ് കോംപ്ലിമെന്റ് സിസ്റ്റം ആണ്. കോംപ്ലിമെന്റ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്താൽ ഒന്ന് ന്യൂട്രോഫിൽ വഴി ആക്ടിവേറ്റ് ചെയ്യാം, ഒന്ന് മാക് വഴി ആക്ടിവേറ്റ് ചെയ്യാം, 2 ഓപ്സോണിൻസ് വഴി ആക്ടിവേറ്റ് ചെയ്യാം, 4 ADCC വഴി ആക്ടിവേറ്റ് ചെയ്യാം. പിന്നെ 2 സ്പെഷ്യൽ കണ്ടീഷനാണ് ഞാൻ പറഞ്ഞത്, മയസ്തീനിയ ഗ്രേവ്സും ഗ്രേവ്സ് ഡിസീസും. ഇനി പറയേണ്ടത് നമുക്ക് ടൈപ്പ് 3 ആണ്. ടൈപ്പ് 3യിൽ ഇവിടെ ആരാണ് പ്രശ്നം? ഇവിടെ ഇത് ആന്റിജൻ ആണ്, ഇത് ആന്റിബോഡിയാണ്. ആന്റിജനും ആന്റിബോഡിയും ചേർന്ന കോംപ്ലക്സിനെ നമ്മൾ ഇമ്മ്യൂൺ കോംപ്ലക്സ് എന്നാണ് പറയുന്നത്. ഇമ്മ്യൂൺ കോംപ്ലക്സ്. സോ ഇമ്മ്യൂൺ കോംപ്ലക്സ് ഇങ്ങനെ, ഇത് ബ്ലഡ് ആണെങ്കിൽ ബ്ലഡ് വെസലിലൂടെ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് ഇങ്ങനെ 2 ആൾക്കാരും കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. സോ ഇത് എവിടെ വേണമെങ്കിലും പ്രശ്നം ഉണ്ടാക്കാം. ഒരു പ്രത്യേക ടിഷ്യൂവിൽ മാത്രമല്ല, എവിടെ വേണമെങ്കിലും പ്രശ്നം ഉണ്ടാക്കാം. സപ്പോസ് ഇത് ബ്ലഡ് വെസൽ ആണെങ്കിൽ ഇത് ഇവിടെ കയറി പ്രശ്നം ഉണ്ടാക്കാം. സോ വാസ്കുലൈറ്റിസ് ഉണ്ടാക്കാം. ഇനി ഇത് പോയി DNA ഫ്രാക്ചർ
ഫ്രാഗ്മെന്റ്സിൽ ഒട്ടിച്ചേരാം. DNA ഫ്രാഗ്മെന്റ്സിൽ ഒട്ടിച്ചേർന്നിട്ട് ഇമ്മ്യൂണോഗ്ലോബുലിൻ കൂടുതലായിട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കാം. DNA പോയിട്ട് അവിടെ പോയി ഒട്ടിച്ചേർന്നിട്ട് DNA ഫ്രാഗ്മെന്റ്സിൽ വഴി ഒട്ടിച്ചേർന്നിട്ട് ഇവിടെ പോയിട്ട് ഈ സാധനം കൂടുതൽ IgG ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ലോട്ട് ഓഫ് IgG ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. കോംപ്ലിമെന്റ് സിസ്റ്റത്തെ ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്യും. സോ ആക്ടിവേറ്റ് ദ കോംപ്ലിമെന്റ് സിസ്റ്റം. കോംപ്ലിമെന്റ് സിസ്റ്റത്തെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് ദിസ് ക്യാൻ കോസ് സിസ്റ്റമിക് ഓർ മൾട്ടിപ്പിൾ ടിഷ്യൂസ്. ഒരുപാട് ടിഷ്യൂസിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. മൾട്ടിപ്പിൾ ടിഷ്യൂസിൽ ഡാമേജ് ഉണ്ടാക്കാം. സോ സിസ്റ്റമിക് ഡിസീസ് ആണ് ഉണ്ടാക്കുക. സോ സിസ്റ്റമിക് ഡിസീസസ് ക്യാൻ ബി. ഉദാഹരണം സിറം സിക്നസ് ബ്ലഡിലൂടെ ഒഴുകി നടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. ദെൻ SLE ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതുപോലെയുള്ള പ്രശ്നമുള്ളത് SLE എന്ന് വെച്ചാൽ സിസ്റ്റമിക് ലൂപ്പസ് എറിത്രോമാറ്റോസസ്. ദെൻ കിഡ്നിയിലാണെങ്കിലോ അവിടെ ഉണ്ടാക്കിയ പോലെ തന്നെ ഗ്ലോമർലോ നെഫ്രൈറ്റിസ് ഇവിടെ ഉണ്ടാക്കാം. കാരണം ഇപ്പോൾ കിഡ്നി സെൽസിൽ ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് പോയി കിഡ്നി സെൽസിന്റെ ഇവിടെ ഒന്ന് അടിഞ്ഞുകൂടുകയാണെങ്കിൽ ദാറ്റ് ക്യാൻ ബി ടോക്സിക് ദാറ്റ്. ഓക്കെ. ഇനി ഇത് ജോയിന്റ്സിലാണ് അടിഞ്ഞു ചേരെങ്കിലോ, ഇത് കാലിന്റെ 2 ജോയിന്റ് ആണെന്ന് വിചാരിക്കുക. ഇവിടെ വന്ന് അടിഞ്ഞു ചേർന്ന് കഴിഞ്ഞാൽ ദിസ് ക്യാൻ കോസ് പ്രോബ്ലം ഹിയർ. ഓക്കെ. ആർത്രൈറ്റിസ് ഉണ്ടാക്കാം. ചിലപ്പോൾ ഇത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇത് വലിയ ബിഗ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ഒക്കെ ഒരുപാട് ബിഗ് ആണെങ്കിൽ ലോക്കൽ പ്രശ്നം ഉണ്ടാക്കാം. എവിടെയെങ്കിലും ലോക്കലായിട്ട് ഒരു ടിഷ്യൂവിൽ വന്ന് മാത്രം അടിഞ്ഞുണ്ടാക്കാം. ലോക്കലായിട്ട് അടിഞ്ഞു ചേർന്നതിനെയാണ് നമ്മൾ ആർത്തസ് റിയാക്ഷൻസ്. സോ അതിനെ നമ്മൾ ലോക്കലായിട്ട് അടിഞ്ഞു ചേർന്നതിനെ ഇറ്റ് ഈസ് ലോക്കൽ ആണെങ്കിൽ അതിനെ നമ്മൾ ആർത്തസ് പോലുള്ള പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാക്കുക. ഇനി നമുക്ക് അവസാനത്തത് ലാസ്റ്റ് ടൈപ്പ്, ദാറ്റ് ഈസ് ടൈപ്പ് 4 കുറിച്ച് പറയാം. ടൈപ്പ് 4 നമ്മൾ വിളിക്കുന്നത് ഡിലേഡ് എന്നാണ്. വേറൊരു പേര് പറഞ്ഞത് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്നാണ്. സെൽ മീഡിയേറ്റഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഇമ്മ്യൂണിറ്റി അല്ല, ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് എന്നാണ് നമ്മൾ ഇതിനെ പറഞ്ഞത്. സോ ഇവിടെ നമ്മൾ സംസാരിക്കാത്തതിനെ കുറിച്ചിട്ടാണ്. We are not talking about antibody. Antibody mediated അല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ ഒരു ഫോറിൻ ആന്റിജൻ ഇവിടെ എത്തുന്നു വിചാരിക്കുക. നമ്മുടെ ഡെൻഡ്രൈറ്റിക് സെൽസ്, ഈ ആന്റിജനെ ഡെൻഡ്രൈറ്റിക് സെൽസ് കയ്യിലാക്കുന്നു, അകത്ത് എത്തിക്കുന്നു എന്ന് കരുതും. ഇപ്പോൾ ഡെൻഡ്രൈറ്റിക് സെൽസ് നമുക്ക് എങ്ങനെയാണെങ്കിലും വരും. ഓക്കെ. ഡെൻഡ്രൈറ്റിക് സെൽസിന് അകത്തെത്തി. ഇപ്പോൾ ആന്റിജനെ ഡെൻഡ്രൈറ്റിക് സെൽസ് എടുത്തു എന്ന് കരുതുക, കസ്റ്റഡിയിൽ എടുത്തു എന്ന് കരുതുക. സോ ദിസ് ഡെൻഡ്രൈറ്റിക് സെൽസ് ഈസ് നൗ ആക്ടിങ് ആസ് ആൻ ആന്റിജൻ പ്രസന്റിംഗ് സെൽസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. നൗ കസ്റ്റഡിയിൽ ഈ ആന്റിജൻ ഉള്ളപ്പോൾ ഇവിടെ വന്നിട്ട് MHC ക്ലാസ് 2 ഓക്കെ, ദാറ്റ് ഈസ് മേജർ ഹിസ്റ്റോകോമ്പാറ്റബിലിറ്റി ക്ലാസ് 2 വന്ന് ഇവിടെ ഒട്ടിച്ചേരുകയാണ്. ഒട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ ദിസ് ക്യാൻ നൗ റിലീസ് ഇന്റർലൂക്കിൻ 2 റിലീസ് ചെയ്യുന്നു. ഇന്റർലൂക്കിൻസ് 2 അത് പോയി ആക്ടിവേറ്റ് ചെയ്യുന്നു ആരെ? CD4 സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഇപ്പൊ CD4 സെൽസ് വീണ്ടും എണ്ണത്തിലൊക്കെ വർദ്ധിപ്പിച്ച് അയാൾ മെച്ചുറായി വലിയ ആളായി. ആൻഡ് ദിസ് CD4 TH1 cells, so this is TH1 cells, CD4 TH1 cells ആണ്. So this now produces interferon gamma release. ഈ interferon gamma ആരെ ആക്ടിവേറ്റ് ചെയ്യുന്നു? interferon gamma മാക്രോഫേജസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. മാക്രോഫേജസ് എന്ന് വെച്ചാൽ സെല്ലുകളെ കൊല്ലുന്ന ആളാണ്. മാക്രോഫേജസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഈ മാക്രോഫേജസ് നൗ ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ ഇവരെ എന്ത് ചെയ്യുന്നു? ദിസ് വിൽ റിലീസ് സൈറ്റോകൈൻസ് റിലീസ്. ധാരാളം സൈറ്റോകൈൻസ് പുറത്തേക്ക് റിലീസ് ചെയ്യുന്നു. ആൻഡ് ദിസ് ക്യാൻ ആക്ടിവേറ്റ് CD8+ സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ആൻഡ് ദിസ് CD8+ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഇതിനെ കൊല്ലാൻ പറ്റിയ സംഭവങ്ങൾ ഉണ്ടാക്കുകയും അതിനെ വളരെ സ്പെസിഫിക് ആയിട്ട് കൊല്ലുകയും ചെയ്യും. സോ നൗ ദിസ് ക്യാൻ ഡിസ്ട്രോയ്, ഇതിനെ കൊല്ലാനായിട്ട് പറ്റും. ഓക്കെ. സോ എന്തൊക്കെ സ്റ്റെപ്പുകൾ നടക്കണം? ഞാൻ അതിന്റെ ഒരു 10-1 മാത്രമേ പറഞ്ഞുള്ളൂ. പല സ്റ്റെപ്പുകളുണ്ട്, ധാരാളം സ്റ്റെപ്പുകളൊക്കെ വിട്ടിട്ടാണ് പറഞ്ഞത്. ഓക്കെ. എന്തായാലും ഏകദേശം ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും ദിസ് വിൽ ടേക്ക് ലിറ്റിൽ ബിറ്റ് ടൈം. അതുകൊണ്ടാണ് ടൈപ്പ് 4 സ്ലോവസ്റ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞത്. ഇറ്റ് വിൽ ടേക്ക് ലിറ്റിൽ ബിറ്റ് ടൈം, സമയം പിടിക്കും. സോ ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എങ്കിലും ഒന്നും കൂടി പറയാം. കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് ആണ് നമ്മൾ പറഞ്ഞ ഒരു ഉദാഹരണം. സോ റാഷസ് ഉണ്ടാക്കാം, സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം പോലുള്ള ഉണ്ടാക്കാം. ദെൻ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് നമ്മൾ പറഞ്ഞു, ഡയബറ്റിസ് മെലിറ്റസ് ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ് നമ്മൾ പറഞ്ഞു, TB നമ്മൾ പറഞ്ഞു. ദെൻ പിന്നെ ചില ബാക്ടീരിയ, ദെൻ അതർ ഫംഗൈ, വൈറസോ, ഇൻട്രാസെല്ലുലാർ. സോ ഇത് സെല്ലിനകത്താണ് കയറിയിരിക്കുന്നത്, സെല്ലിനകത്തുള്ള പ്രോട്ടിയോസോമിനകത്തായിരിക്കും കയറിയിരിക്കുക. സോ ഇൻട്രാസെല്ലുലാർ ആയിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്ന പലതരം ബാക്ടീരിയ, ഫംഗൈ, വൈറസിന്റെ ഒക്കെ പേര് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. സോ ദീസ് ഓൾ ക്യാൻ ആക്ടിവേറ്റ് ദ ടൈപ്പ് 4 ഓർ ഡിലേഡ് ടൈപ്പ് ഓഫ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഹൈപ്പർ സെൻസിറ്റിവിറ്റിയെ കുറിച്ച് പറഞ്ഞത്. നമ്മളപ്പോൾ വിവിധ ടൈപ്പുകൾ പറഞ്ഞു, അവരുടെ ജനറൽ ക്യാരക്ടേഴ്സ് പറഞ്ഞു, ദെൻ അവസാനം അവരുടെ മെക്കാനിസവും പറഞ്ഞു. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.